നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച വ്യക്തമാക്കിയ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ശ്രീനഗർ താഴ്വരയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടിൽ. ജമ്മു കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. പാകിസ്ഥാനെതിരായ പ്രതിരോധ നടപടികൾ തുടർന്ന ഇന്ത്യൻ കപ്പലുകൾ തുറമുഖത്തിൽ പ്രവേശിക്കുന്നത് വിലക്കി പാക് സമുദ്രകാര്യ മന്ത്രാലയം. KPCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യം അനിശ്ചിതത്വത്തിൽ. കെ സുധാകരനെ പിന്തുണച്ച് ഒരു വിഭാഗം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറേണ്ട എന്ന നിലപാടിലാണ് ഒരു വിഭാഗം. എന്നാൽ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം. ഐക്യമില്ലായ്മയിൽ അതൃപ്തിയുമായി ഘടകകക്ഷികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സജ്ജീകരിക്കുന്ന ബദൽ കാഷ്വാലിറ്റി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. നടപടികളെല്ലാം ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. അതേസമയം പുക ഉയർന്ന കാഷ്വാലിറ്റിയിൽ ഭാഗികമായി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് തിരികെ എത്താമെന്നുള്ള നിർദ്ദേശം നൽകി തുടങ്ങി. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സുനിയാണ് മരിച്ചത്. അമിത വേഗതയിൽ എത്തിയ കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ചായിരുന്നു അപകടം. തിരുവനന്തപുരം പാറശാല കാരിക്കുഴിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കുന്നുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. കോഴിക്കോട് പന്നിയങ്കരയിൽ കല്യാണ വീട്ടിൽ സംഘർഷം. ഒരാൾക്ക് കത്തികൊണ്ട് മുറിവേറ്റു. മദ്യത്തെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് സാമ്പിൾ കാണാൻ അവസരമൊരുക്കും. ഇത്തവണ തിരുവമ്പാടി ദേവസ്വമാണ് സാമ്പിളിന് തിരികൊളുത്തുക. തിരുവമ്പാടിക്കായി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിനായി ബിനോയ് ജേക്കബുമാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. വെടിക്കെട്ടിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പൂരത്തിനൊരുങ്ങി തൃശൂർ. പൂരനഗരിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളോ കൊടികളോ പാടില്ല. DMOയുടെ സർട്ടിഫിക്കറ്റ് പതിപ്പിച്ച ആംബുലൻസുകൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടൂവെന്ന് മന്ത്രി VN വാസവൻ. രാത്രി പ്രത്യേക ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കുമെന്നും മന്ത്രി K രാജൻ. തൃശൂർ പൂരം പ്രമാണിച്ച് പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ച റെയിൽവേ. 6, 7 തീയതികളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. എറണാകുളം, കണ്ണൂർ ഇന്റർസിറ്റി, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, തിരുവനന്തപുരം, ഷൊർണൂർ, വേണാട്, തൂത്തുക്കുടി, പാലക്കാട്, പാലരുവി എന്നീ എക്സ്പ്രസ് തീവണ്ടികൾക്കാണ് ഇരു ദിശകളിലും സ്റ്റോപ്പ് അനുവദിച്ചത്. കോഴിക്കോട് വടകര കുട്ടോത്ത് അയൽവാസിയുടെ കുത്തേറ്റ് 3 പേർക്ക് പരിക്ക്. കൂട്ടോത്ത് സ്വദേശികളായ ശശി, ചന്ദ്രൻ, രമേശൻ എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രതി ഷിനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത് 120 പേജുള്ള കുറ്റപത്രം. ചോറ്റാനിക്കര കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആൺ സുഹൃത്ത് അനൂപിനെതിരെ നരഹത്യ, ബലാത്സംഗ ശ്രമം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ്, ഷാൾ എന്നിവ തെളിവുകളായി ഹാജരാക്കി. തലശ്ശേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. മലയാളിയും 2 ബീഹാറികളുമടക്കം 3 പേരാണ് പിടിയിലായത്. ഏപ്രിൽ 26-നാണ് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. തിരുവനന്തപുരം വട്ടപ്പാറയിൽ യുവതിയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ചീരണിക്കര സ്വദേശി സംഗീതിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന ദിനേശിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചീരണിക്കര സ്വദേശി സുരഭിയെ ആക്രമിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. പരാതിക്കാരുടെ ഭർത്താവുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. സംസ്ഥാനത്ത് ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കും. തീരുമാനം റെയിൽവേ ഡിവിഷൻ യോഗത്തിൽ. ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിക്കുക 31 സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈൻ വേഗത. പരിഷ്കാരം സെപ്റ്റംബറോടെ നടപ്പിലാക്കും. മലപ്പുറം എടപ്പാളിൽ സ്വകാര്യ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ 106 ഗ്രാം MDMA പിടികൂടി.
പട്ടാമ്പി സ്വദേശി ഷാഫിയിൽ നിന്ന് ചെറുകിട വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA ആണ് പിടികൂടിയത്. സംഭവത്തിൽ ഷാഫിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരിൽ നിന്നുമാണ് ഇയാൾ MDMA എത്തിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വയനാട് ഹൈബ്രിഡ് കഞ്ചാവുമായി കണ്ണൂർ സ്വദേശിയായ യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ഷിൻസിദ, 5-ാം പീടിക സ്വദേശി ഫസൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 20.80 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബംഗളൂരിൽ നിന്ന് BMW കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കാറിന്റെ ഡിക്കിയിൽ 2 കവറുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഇവരിൽ നിന്ന് പണവും മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വാടനപ്പള്ളിയിൽ ലോഡ്ജിൽ നിന്ന് MDMAയുമായി പിടിയിലായ 3 യുവാക്കൾ റിമാൻഡിൽ. കണ്ടശാംകടവ് സ്വദേശികളായ അമൽ, നിതിൻ, സച്ചിൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. പിടിയിലായ അമൽ വധശ്രമ കേസിലുൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മലപ്പുറം ചമ്രവട്ടത്തെ മദ്യശാല പുഴമ്പ്രത്തേക്ക് മാറ്റിയ നടപടിക്കെതിരെ പൊന്നാനി MLA P നന്ദകുമാർ. തന്നെ അറിയിക്കാതെയാണ് മദ്യശാല മാറ്റിയതെന്ന് MLA പറഞ്ഞു. ജനവാസ മേഖലയിലേക്ക് ബിവറേജ് മാറ്റിയതിനെതിരെ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും P നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെരിയാറിൽ യുവതി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ആലപ്പുഴ സ്വദേശിനി നന്ദനയാണ് മരിച്ചത്. വേങ്ങൂർ പാടംകുഴിയിലാണ് അപകടം നടന്നത്. ആൺസുഹൃത്തിനൊപ്പം മണൽത്തിട്ടയിലൂടെ മറുകരയിൽ പോയി മടങ്ങുമ്പോൾ യുവതി കാലുവഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട യുവതി കയത്തിൽ അകപ്പെട്ടാണ് മരിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സൈനികനെ ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഉഴപ്പാക്കോണം സ്വദേശി നിദർശനാണ് മരിച്ചത്. ഭോപ്പാലിലെ റെയിൽവേ സ്റ്റേഷനിലെ ലോഡ്ജ് മുറിയിലാണ് സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ചയാണ് ലീവ് കഴിഞ്ഞ് നിദർശ് വീട്ടിൽ നിന്ന് പോയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തി പ്രിയങ്ക ഗാന്ധി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കൽപ്പറ്റയിലേക്കുള്ള യാത്രാമധ്യയാണ് സംഭവം. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഉണ്ടായ കാർ അപകടം കണ്ട് പ്രിയങ്ക ഗാന്ധി MP വാഹനവ്യൂഹം നിർത്തുകയായിരുന്നു. ഉടൻ തന്റെ വാഹനവ്യൂഹത്തിലുള്ള ഡോക്ടറെ വരുത്തി പരിക്കേറ്റവരെ പരിശോധിച്ച് അവരെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. കൊയിലാണ്ടി സ്വദേശി നൌഷാദും കുടുംബവും സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ ഇടിച്ചായിരുന്നു അപകടം. തിരുവനന്തപുരം വാഴച്ചിലയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. കളിക്കാവിള സ്വദേശി ജിഷോ, ക്ലീനർ ആകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആനപ്പാറയിൽ നിന്ന് കളിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം ചങ്ങരംകുളത്ത് ശക്തമായ കാറ്റിൽ തെങ്ങ് വീട്ടിന് മുകളിലേക്ക് വീണ് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. മണക്കാവത്ത് സ്വദേശി രതീഷിന്റെ വീടിന് മുകളിലാണ് തേങ്ങ വീണത്. മുറ്റത്ത് നിൽക്കുകയായിരുന്ന ധന്യയ്ക്കാണ് പരിക്കേറ്റത്. ധന്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം കാറ്റിൽ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. പാതിവില തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാവും മലപ്പുറം മാറഞ്ചേരി പഞ്ചായത്ത് അംഗവുമായ KA ബക്കർ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. 2 മാസമായി ബക്കർ ഒളിവിലായിരുന്നു. 330 പരാതികളിലായി 32 കേസുകളാണ് ബക്കറിനെതിരെയുള്ളത്. സീഡ് വഴിയും NGO കോൺഫെഡറേഷൻ വഴിയും 231 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തി എന്നാണ് ബക്കറിനെതിരെയുള്ള കേസ്. ആലപ്പുഴ തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂൾ സൗജന്യ ബാഡ്മിന്റൺ പരിശീലന കളരി ആരംഭിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ബാഡ്മിന്റൺ പരിശീലന കളരി സംഘടിപ്പിക്കുന്നത്. സ്കൂൾ ഉപദേശക സമിതി അംഗം സജി എബ്രഹാം പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ ബൽഗാമിൽ BIMS മെഡിക്കൽ കോളേജിലെ മലയാളി വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. തലശ്ശേരി സ്വദേശി അലൻ കൃഷ്ണയെയാണ് കാണാതായത്. ഏപ്രിൽ 24 മുതൽ അലനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഹോസ്റ്റൽ മുറിയിലെ അലൻ ഉപയോഗിക്കുന്ന അലമാരിയിൽ നിന്ന് ഫോണും ATM കാർഡും ആധാർ കാർഡും കണ്ടെത്തിയിരുന്നു. അതേസമയം പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മലപ്പുറത്ത് ചക്ക ദേഹത്തേക്ക് വീണ് 9 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം.
ചങ്കുവട്ടി സ്വദേശി കുഞ്ഞലവിയുടെ മകൾ ആയിഷ തസ്നിയാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് സമീപത്തെ പ്ലാവിൽ നിന്ന് ചക്ക വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ കോട്ടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് മലമ്പുഴയിൽ ട്രെയിൻ ഇടിച്ച് 9 പശുക്കൾ ചത്തു. ട്രെയിൻ ഇടിച്ചത് മലമ്പുഴ കാഞ്ഞിരക്കടവിൽ സ്വദേശി അനന്തകൃഷ്ണന്റെ പശുക്കൾ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ തൊഴുത്തിൽ പശുക്കളില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റെയിൽവേ ട്രാക്കിൽ പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. അനന്തകൃഷ്ണന്റെ 13 പശുക്കളിൽ 9 പശുക്കളെയാണ് ട്രെയിൻ ഇടിച്ചത്. അതേസമയം അനന്തകൃഷ്ണനെതിരെ റെയിൽവേ കേസെടുത്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് പദ്ധതിയുടെ 1ാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടനം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 233.71 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 2 റൺസിന്റെ തോൽവി. പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചതോടെ ആശ്വാസ ജയം ലക്ഷ്യമിട്ടാണ് ചെന്നൈ മത്സരത്തിനിറങ്ങിയത്. RCBക്ക് കരുത്തായത് വിരാട് കോഹ്ലി, ജേക്കബ് ബദൽ, ഒമാരിയോ ഷെപ്പേർഡ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികൾ. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് രേഖകളില്ലാത്ത 4 കോടി രൂപ പിടികൂടി. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. കാറിൽ ഉണ്ടായിരുന്ന കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര, നിജിൻ അഹമ്മദ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ മാഹി കോളശ്ശേരിയിൽ ടോൾ ബൂത്ത് അതിക്രമിച്ചു കയറി ജീവനക്കാരെ മർദ്ദിച്ച് പണം കവർന്നു. 20 പേരടങ്ങുന്ന അക്രമി സംഘമാണ് ബൂത്തിൽ കയറി മർദ്ദിച്ചത്. ആക്രമണത്തിൽ 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. 1,35,000 രൂപയാണ് അക്രമി സംഘം കവർന്നത്. കണ്ണൂർ കരിവെള്ളൂരിൽ വിവാഹ ദിവസം നവവധുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയെന്ന് പരാതി. 30 പവനോളം സ്വർണം മോഷണം പോയതായി പരാതിയിൽ പറയുന്നു. ഭർത്താവിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് മോഷണ വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംഭവത്തിൽ കുടുംബം പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബസിലൂടെ. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ലാസ പ്രീമിയം ഗോൾഡ് ഐസ്ക്രീം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. അതിവേഗ വാർത്ത തുടരുന്നു. തൃശൂർ കൊടകരയിൽ വൻ ലഹരി വേട്ട. 200 ഗ്രാമോളം MDMA-യുമായി യുവതിയും യുവാവും പിടിയിൽ. പിടിയിലായത് വെള്ളാങ്കല്ലൂർ സ്വദേശി ദീപക്, സുഹൃത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിത എന്നിവർ. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ വൻ രാസലഹരി വേട്ട. 200 ഗ്രാം MDMA-യുമായി കൊല്ലം സ്വദേശി സുഹൈൽ നസീറാണ് പിടിയിലായത്. ബംഗളൂരിൽ നിന്ന് വോൾവോ ബസ്സിൽ കടത്തുകയായിരുന്ന MDMA-യാണ് പിടികൂടിയത്.
എറണാകുളം മുൻ RTO ആയിരുന്ന ജെൻസൺ TM, ഭാര്യ റിയ ജേഴ്സൺ എന്നിവർക്കെതിരെ കേസെടുത്ത പോലീസ്. എറണാകുളം സ്വദേശി അൽ അമീറിന്റെ പരാതിയിലാണ് കേസ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 75 ലക്ഷത്തോളം വില വരുന്ന തുണിത്തരങ്ങൾ അൽ അമീനും അമ്മയും നടത്തിയിരുന്ന സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ യുവതി പിടിയിലായത് കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി CEO കാർത്തിക പ്രദീപ്. കാർത്തികയെ കസ്റ്റഡിയിൽ എടുത്തത് കോഴിക്കോട്ട് നിന്ന്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 5.23 ലക്ഷം രൂപ തട്ടിയെന്ന തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് നടപടി. വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നായി 3.5 കോടിയിൽ അധികം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. പണം മടക്കി ചോദിച്ചവരോട് സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് കാർത്തിക ഭീഷണി മുഴക്കിയതായും പരാതി. മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. താനീ പറയുന്നത് ആ താരത്തിന് മനസ്സിലാകുമെന്നും ആ തെറ്റ് ഇനി ആവർത്തിക്കരുതെന്നും നിർമ്മാതാവ് മുന്നറിയിപ്പ് നൽകി. കൊച്ചിയിൽ നടന്ന നടൻ ദിലീപിന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് ചടങ്ങിലാണ് നിർമ്മാതാവിന്റെ വിമർശനം. വയനാട് ചീരാലിൽ വീണ്ടും പുലി ആക്രമണം. വീട്ടിൽ കെട്ടിയിരുന്ന മൂരിക്കുട്ടിയെ കൊന്ന് ഭക്ഷിച്ചു. കരിങ്കാളിക്കുന്ന് താവരിമല രാജേഷിന്റെ മൂരിക്കുട്ടിയെയാണ് പുലി കൊന്നത്. പുലിയുടെ സാന്നിധ്യം പതിവായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ മാസം 21-നും 23-നും ഇതേ മേഖലയിൽ പുലി ഒരാടിനെയും പശുവിനെയും ആക്രമിച്ച് കൊന്നിരുന്നു. നാട്ടുകാരിൽ ചിലർ പുലിയെ കണ്ടതോടെ സമീപത്തെ കൃഷിയിടത്തിൽ കൂട് സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് ലൈവ് ക്യാമറകൾ സ്ഥാപിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണം ഉണ്ടാവുന്നത്. കൊല്ലത്ത് 7 വയസ്സുകാരിക്ക് പേ വിഷബാധ. കൊല്ലം വിളക്കുടി സ്വദേശിക്കാണ് വാക്സിൻ എടുത്തതിന് ശേഷം പേ വിഷബാധയേറ്റത്. ഏപ്രിൽ 8-നാണ് കുട്ടിയെ നായ കടിച്ചത്. കുട്ടിക്ക് അന്ന് തന്നെ പ്രതിരോധ കുത്തിവയ്പ് നൽകിയെങ്കിലും പേ വിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. കുട്ടിക്ക് 3 തവണ തുടർ വാക്സിനുകൾ നൽകിയിരുന്നു. കുട്ടി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ. ഗോവയിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഷിർഗോവയിലെ ശ്രീ ലൈരാക് ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ വടക്കൻ ഗോവയിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രി സന്ദർശിച്ച സാഹചര്യം വിലയിരുത്തി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ഗാസയിലേക്ക് ഭക്ഷണവും മാനുഷിക സഹായങ്ങളുമായി പോയ കപ്പലിനെ ഇസ്രായേൽ ഡ്രോണുകൾ ആക്രമിച്ചതായി ഫ്രീഡം ഫെല്ലോട്ടില സഖ്യം. വെള്ളിയാഴ്ച രാത്രിയോടെ മാൾട്ട് തീരത്തിനടുത്താണ് ആക്രമണം ഉണ്ടായത്. മാൾട്ടയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ വെച്ച് കോൺഷ്യൻസ് എന്ന കപ്പലിന് നേരെ 2 തവണ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി പ്രസ്താവനയിൽ. ആരോപണത്തോട് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പോപ്പിന്റെ വേഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. AI സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച ട്രംപ്. പോപ്പ് ട്രംപിന്റെ ചിത്രം സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തു. ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ വത്തിക്കാനെ മഹത്തരമാക്കൂ എന്ന സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നിറഞ്ഞു. ട്രംപിനെതിരെ വിമർശനങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആമസോൺ വെയർഹൌസിൽ BIS പരിശോധനയിൽ ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഇന്ത്യയിലും വിദേശത്തുമുള്ള ബ്രാൻഡുകളുടെ പേരിൽ നിർമ്മിച്ച ഗാർഹിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയാണ് കണ്ടെടുത്തത്. ISI മാർക്ക് വ്യാജമായി ഒട്ടിച്ചതും നിയമപ്രകാരമുള്ള ലേബലുകൾ ഒട്ടിക്കാത്തതുമായ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. BIS സർട്ടിഫിക്കേഷൻ മാർക്ക് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. ഇരുചക്ര വാഹന യാത്രക്കാരെ വടികൊണ്ട് ആക്രമിച്ച യുവാവ്. സംഭവം എറണാകുളം വരാപ്പുഴ കണ്ടെയ്നർ റൂട്ടിൽ. ഇതര സംസ്ഥാനക്കാരായ യുവാവിനെയാണ് ആക്രമണം നടത്തിയത്. യുവാവിനെ പോലീസ് എത്തി മാറ്റി. മാനസിക രോഗം ഉള്ളയാളാണ് യുവാവെന്ന് പോലീസ്. യുവാവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത കേരളം കൺവെൻഷൻ സംഘടിപ്പിച്ചു.
BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു. തൃശൂർ പാടൂർ അലിമുൾ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും അരങ്ങേറി. തൃശൂർ പാടൂരിൽ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെയിനിൽ വെച്ച് നടന്ന ഓഷ്യാന സാംബോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ലുക്മാനുൽ ഹക്കീമിനെ സ്വീകരണം നൽകി. അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ PTA സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. സ്വീകരണ യോഗം വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പ്രഭാത സവാരിക്കിടെ കാറിടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് കല്യാശ്ശേരി സ്വദേശി PK സാവിത്രി. കണ്ണൂർ ഭാഗത്തു നിന്ന് അമിത വേഗത്തിലെത്തിയ കാർ വീട്ടമ്മയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 62കാരൻ മരിച്ചു. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി മധുസൂദനാണ് മരിച്ചത്. പിലാത്തറയിൽ നടന്ന വാഹനാപകടത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. KSFE റിട്ടയർഡ് സീനിയർ മാനേജറാണ് മരിച്ച മധുസൂദൻ. മലപ്പുറം പൊന്നാനിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. കൊല്ലം സ്വദേശി സിയാണ് മരിച്ചത്. ഭർത്താവ് നിഖിലിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിയുടെ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എറണാകുളം വടക്കൻ പറവൂരിൽ കേരള പോലീസ് അസോസിയേഷൻ റൂറൽ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശവുമായി സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. ആലുവ DYSP TR രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ വിവിധ പദ്ധതികളുടെ ഭാഗമായി മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗനവാടികളിലേക്ക് ലാപ്ടോപ്പ്, പ്രൊജക്ടർ, സ്ക്രീൻ, മിക്സി എന്നിവർ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കേത്ത് നിർവഹിച്ചു. തൃശൂർ PG പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ സുരക്ഷയ്ക്കായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള CCTV ക്യാമറകളും ക്യാമറ നിയന്ത്രണ സംവിധാനവും സ്ഥാപിച്ചു. നിയന്ത്രണ സംവിധാനങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുകയും കുറ്റകൃത്യങ്ങൾ തടയുകയുമാണ് ലക്ഷ്യം. പട്ടിക്കാട് പ്രദേശങ്ങളിൽ 15 ക്യാമറകളും വിലങ്ങനൂർ, കണ്ണാറ, മുടിക്കോട് എന്നിവിടങ്ങളിൽ 14 ക്യാമറകളും സ്ഥാപിച്ചു. തിരുവനന്തപുരം പാങ്ങോട് പോക്സോ കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പനവൂർ സ്വദേശി മുഹമ്മദ് അർഷാദാണ് അറസ്റ്റിലായത്. ക്ലാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 9 വയസ്സുകാരിയെ വിളിച്ചു വരുത്തിയ ശേഷം കുട്ടിയോട് ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാങ്ങോട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിൽ നടപടി. ഇൻസ്പെക്ടർ അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൃത്യവിലോപം നടത്തിയെന്നാണ് സസ്പെൻഷൻ. ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചുമത്തിയതിൽ അലംഭാവം കാട്ടിയെന്നും കണ്ടെത്തൽ. തിരുവനന്തപുരം കൊട്ടാരക്കര ചിരട്ടക്കോണത്ത് 74കാരി വെട്ടേറ്റ് മരിച്ച നിലയിൽ. ചിരട്ടക്കോണത്ത് സ്വദേശി ഓമനയാണ് മരിച്ചത്. ഓമനയെ ഭർത്താവ് കൊലപ്പെടുത്തിയെന്നാണ് സംശയം. ഭർത്താവ് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാക്ക് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക്